ഇവർ ഈ പറഞ്ഞത് മുഴുവനും തകർത്തെറിയപ്പെടുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മക്ബറ ഏതാണത്? തിരുവനന്തപുരത്ത് ബീവി ഉമ്മിച്ച, മാഹീൻ അബൂബക്കറും ബീവി ഉമ്മിച്ചായും, ആ ഭീമാ ബീവിയും മാഹീൻ അബൂബക്കറും എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകൾ അവരെ ഖബറടക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിഷയങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് വ്യവസായമല്ലെങ്കിൽ സഹോദരന്മാരെ, മുഅ്മിനുകളായ ആളുകൾ, മുസ്ലിങ്ങളായ ആളുകളുടെ വിശ്വാസം പോക്കറ്റടിച്ച് അവരുടെ കയ്യിലുള്ള പൈസ ഇങ്ങ് പിടിച്ചു വാങ്ങുന്നു. ഒരു ചെറിയ എന്തെങ്കിലും ചീരണി മാത്രം കൊടുത്ത് അവരുടെ പോക്കറ്റടിക്കൽ, അല്ലെങ്കിൽ പിന്നെ എന്തു പേരാ ഇതിനെ വിളിക്കുന്നത്? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ മുത്തെന്നൊക്കെ വിളിക്കുന്നത് ബീവി ഉമ്മിച്ചാനെയാ. ആ കണ്ടോ, നേരത്തെ പേരോട് പറഞ്ഞ സുന്നത്തായ കർമ്മങ്ങളായി കാണുന്നത് ചാടിക്കളിയും തുള്ളലും അതുപോലെ തന്നെ ഇലത്താളവും ഒക്കെ. ഇതാ സുന്നത്തായ കർമ്മങ്ങൾ. ഇനി കണ്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള പ്രത്യേകമായ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധം. മാത്രല്ല, നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾ അവർ ബുർക്കയണിഞ്ഞുകൊണ്ട് അവരവരുടെ നഗ്നത ശക്തമായി മറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളികളിൽ നിസ്കരിക്കാൻ വരണമെന്ന് പറഞ്ഞതിനെ ആക്ഷേപിച്ച ആളുകൾ ഇതാ നോക്കൂ നിങ്ങൾ, അവിടെ കൂടി നിൽക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ഹിജാബാ ധരിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണോ? ഇത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണോ ഉസ്താദുമാരെ? നോക്കൂ, ഒരു കൊലപ്പഴം, ഒരു പഴത്തിന് വേണ്ടി ഇടികൂടുന്നു ഈ ഉമ്മത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും. കണ്ടോ നാണമില്ലാത്ത സ്വഭാവം. ഇതാണോ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? ഇത് ആത്മീയ ചൂഷണമാണ്. ആ പാവങ്ങളുടെ കയ്യിലെ പൈസ പോക്കറ്റടിക്കാൻ ഇവരുണ്ടാക്കിയെടുത്ത ആ വാചകമാണ്, ഇവർ കൊണ്ടാക്കിയെടുത്ത ആശയമാ. എന്നിട്ട് ഇപ്പൊ പറയാണ്, അല്ലോ അതൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോവരുതേന്ന്. കഴിഞ്ഞുപോയി, പിടുത്തം വിട്ടു, സംഗതി കയ്യിന്ന് പൊയ്ക്കഴിഞ്ഞു. ഉസ്താദുമാരെ, നിങ്ങളുടെ പിടുത്തത്തിലൊന്നും ഇപ്പൊ സാധനം നിൽക്കണില്ല. മാത്രമല്ല, നിങ്ങൾ എത്ര പ്രസംഗിച്ചിട്ട് എന്തിനാ? ഇവിടുത്തെ നാട്ടുകാര്, സാധാരണക്കാര് നിങ്ങളെ വകവെക്കുന്നില്ല. അവർക്ക് തോന്നിയതുപോലെയാണ് മതം ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങൾ ആ മതത്തിലെ ഓരോന്നും പുതുതായി ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത ആളുകൾ, ആ മതത്തിലെ പുതുതാക്കി ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടല്ലോ, ആ ആളുകൾ ഇതാ അതിന്റെ